മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തത്. ദേവസ്വം ജീവനക്കാരും പ്രതികളാകും. സ്വർണ്ണ കവർച്ചയിൽ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദ്വാരപാല ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിന് വെവ്വേറെ ആണ് FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കഴിഞ്ഞ എത്രയോ ദിവസമായി മാതൃഭൂമി ന്യൂസ് ഈ ഒരു വാർത്ത അതീവ പ്രാധാന്യത്തോടെയാണ് കവർ ചെയ്തത്, അല്ലെങ്കിൽ ഈ വാർത്തയെ പിന്തുടരുന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കണ്ണിയാണെന്നുള്ളത് മാതൃഭൂമി ന്യൂസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇതിൽ ഇടപെടുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്, തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഈ FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാക്കി ആകെ 10 പ്രതികളാണുള്ളത്. ഇതിൽ അധികവും 9 പേരും മുൻ ദേവസ്വം ജീവനക്കാർ, ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു, 2019 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു അടക്കമുള്ളവർ ഇതിൻ്റെ ഈ പ്രതിപട്ടികയിലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം, അതായത് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. കാരണം ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്, അവർ ശേഖരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, തെളിവുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള അന്വേഷണ പരിധിയുണ്ട്. കേരളത്തിന് പുറത്തേക്ക് അന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും കണ്ടെത്തലുകളും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടമായി നടക്കാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, അറസ്റ്റിലേക്ക് നീങ്ങുക. ഇതിനോടകം തന്നെ ഈ സ്വർണ്ണക്കടത്തിൽ പങ്ക് വ്യക്തമായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കലും ചോദ്യം ചെയ്യലും അടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നാം മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനി ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യത്തിലുള്ള ഓരോ കാര്യത്തിലുള്ള പങ്കെന്ത്, അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് നിരന്തരമായി പിന്തുടരുന്ന വാർത്തയാണ് ശബരിമലയിലെ തീവട്ടിക്കൊള്ളയെക്കുറിച്ചുള്ളത്. ആദ്യമൊക്കെ പലരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണെന്നും പറഞ്ഞു നോക്കി ചിലർ. പക്ഷേ ഹൈക്കോടതി തന്നെ നേരിട്ടിടപെട്ട് ഇത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തുറന്നു സമ്മതിക്കുന്നു ശബരിമലയിൽ വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഞങ്ങളതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഒഴിയുന്നില്ലല്ലോ. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളൊന്നും ഒഴിയുന്നില്ലല്ലോ. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ ഓരോ പ്രവൃത്തിയും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം വന്നുവിടുന്നത് ബോർഡിൻ്റെ ചുമലിലാണ്. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അക്ഷന്തവ്യമായ ഒരു അപരാധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമലയിൽ വൻ അട്ടിമറി നടന്നുവെന്ന് പ്രസിഡന്റ് സമ്മതിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. 2019 കുഴപ്പങ്ങൾക്ക് കാരണം ഉദ്യോഗസ്ഥരാണെന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അതായത് രാഷ്ട്രീയ ബന്ധമുള്ള അന്നത്തെ പ്രസിഡന്റിനെ രക്ഷിക്കാനാണോ ഇത്? അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനെ ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൂശാൻ ഏൽപ്പിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്.